എരഞ്ഞിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 2-ന് ബിംബപ്രതിഷ്ഠയും 5-ന് ധ്വജപ്രതിഷ്ഠയും നടക്കും. ചരിത്രപ്രസിദ്ധമായ എരഞ്ഞിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ ഉത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുകയാണ്. ഏപ്രിൽ 2-ന് ബിംബപ്രതിഷ്ഠയും 5-ന് ധ്വജപ്രതിഷ്ഠയും നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 16 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഭക്തി പ്രഭാഷണവും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. അത് കാരണം ഉണ്ടായ ജീർണതകൾ പരിഹരിക്കുന്നതിനായിട്ട് നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കുകയും ആദ്യം ക്ഷേത്ര കമ്മിറ്റി രൂപീകരിച്ചു. ക്ഷേത്ര കമ്മിറ്റിക്ക് മാത്രമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചു. ആ പുനരുദ്ധാരണ കമ്മിറ്റിയുടെ കീഴിലാണ് ഇപ്പോൾ അവിടെയുള്ള ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഘട്ടം അവസാനിച്ചപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഷ്ടബന്ധ നവീകരണ കലശം ധ്വജപ്രതിഷ്ഠയും ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 26-ാം തീയതി നവീകരണ കലശം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന 2-ാം തീയതി ദേവപ്രതിഷ്ഠയാണ്. അത് കഴിഞ്ഞ് 5-ാം തീയതിയാണ് ധ്വജപ്രതിഷ്ഠ. ധ്വജപ്രതിഷ്ഠയ്ക്ക് ശേഷം 5 മുതൽ 10 വരെ ആറാട്ടുത്സവമുണ്ട്. 5-ാം തീയതി അവിടെ സാംസ്കാരിക സമ്മേളനമുണ്ട്. സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അവர்களാണ്. അത് വ്യത്യസ്ത സാംസ്കാരിക പരിപാടികളുണ്ട്. അപ്പോൾ ഈ സന്ദേശം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് മാധ്യമ സുഹൃത്തുക്കളുടെ സഹായം ഞങ്ങൾ തേടുന്നത്. കാരണം ഈ ഒരു ക്ഷേത്രം ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഇവിടുന്ന് 8 കിലോമീറ്റർ ദൂരത്തിൽ. ഏപ്രിൽ 5-ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് K വിശ്വനാഥക്കുറുപ്പ്, സെക്രട്ടറി ജയൻ പൊയിലിൽ, പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ KA ജയചന്ദ്രൻ, ജനറൽ കൺവീനർ CK സുരേഷ് കുമാർ, കൺവീനർമാരായ രാജൻ പുഴവക്കത്ത്, P അനിൽ എന്നിവർ സംബന്ധിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.